യുവ നേതാക്കള് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അത്തരത്തില് അദ്ദേഹത്തിന് ആശയം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തില്ലോ എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമല്ല. ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് സത്യമില്ലാതിരിക്കും. രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാനൊരു വാക്ക് പറയപ്പെട്ട കാര്യം പറയുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ അപ്പം കേസെടുക്കും എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുവയോടുകൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ലൈംഗിക ചുവയോട് നോക്കി എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും ഇന്നലെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വഴിയിലേക്ക് ഇറങ്ങുക. അത് കാരണവന്മാരുടെ നോക്കണം. മലയാളികള് അല്ലെങ്കിൽ മലയാള പെൺപിള്ളേർ നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വല്ല ഉച്ചരയൊക്കെ വാരി ചുറ്റി ബാക്കി മുഴുവൻ ലോകത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചു നടന്നാൽ ആരെങ്കിലും ഒക്കെ നോക്കി തിരിക്കും, കമന്റ് അടിച്ചു തിരിക്കും. അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം. ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇപ്പൊ ഒരു സിനിമാ നടിയിൽ ആ കൊച്ചിനെ രാഹുൽ ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. ചാറ്റ് ചെയ്ത് രാഹുലിന്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി, അത് മൈൻഡ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം, അതവിടെ തീർന്നു. ആ ചാറ്റ് ചെയ്ത് മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ? പരാതി കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിനാണ് ശരിക്കുന്നു. പരാതി കൊടുത്തിട്ടില്ല, എന്നിട്ട് ചാനലിന് മുമ്പ് എന്ന് പറയുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തോളൂ. ചാറ്റ് ചെയ്തപ്പോൾ ചിലപ്പം തിരിച്ചും ചാറ്റ് ചെയ്തെന്ന് പറയത്തില്ല, എനിക്കറിയില്ല. ചാറ്റ് ചെയ്തത് എനിക്കറിയില്ല, അത് സുഖിച്ചു, ചാറ്റിങ് കണ്ട് സുഖിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, പത്രക്കാരനെ ഉപയോഗിച്ച് പറയുക അയ്യോ എന്നെ അപമാനിച്ചു. ഇത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പറയാൻ പാടുള്ളൂ. അവരെ അപമാനിച്ചെങ്കിൽ, ഒരു സ്ത്രീയെ അപമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം. അവർ നിയമപരമായി മുന്നോട്ട് പോകണം. സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം. ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം ഏൽക്കുന്നില്ല, രണ്ട് ഭാഗത്തും പീഡനം ഏൽക്കുന്ന ആളുകൾക്കുണ്ട്. പലരും നമ്മളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറയരുത്.